എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മഹാശിവരാത്രി ദിനാശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഭഗവാനെ നിവേദിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസാദം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റവ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങൾ തരി എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം. മധുരത്തിന് ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്, പഞ്ചസാര എടുക്കുന്നില്ല. അപ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 3 ആണി ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ലയിപ്പിച്ചെടുക്കണം. ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിൽ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഇത്തിരി അധികം ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ബദാം, എന്തൊക്കെ നട്ട്സാണോ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ കശുവണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാമും നമ്മുടെ ഉണക്കമുന്തിരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. അതായത് ബദാം ഇച്ചിരി റോസ്റ്റായി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് നമ്മളെ മുന്തിരി ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇച്ചിരി മാറി വരണം. ഈ ഒരു കളറിൽ നിന്ന് ഒരു ഗോൾഡൻ കളർ, ഒരു ഇച്ചിരി കൂടി ഡാർക്കായിട്ടുള്ളൊരു ഗോൾഡൻ കളർ കിട്ടണം നമുക്ക് കേട്ടോ. അപ്പോൾ അതുവരെ മെല്ലെ ഒന്ന് നമുക്കിതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ തീ കൂട്ടരുത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് 1 സ്പൂൺ പാൽപ്പൊടിയാണ്. തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു രുചി കിട്ടും ഈ ഒരു പ്രസാദത്തിന്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഇപ്പോൾ വരുന്ന ഈ ഒരു സ്മെല്ലിനെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നത് നല്ല ഐശ്വര്യമുള്ളൊരു സ്മെല്ലെന്നാണ് കേട്ടോ. നെയ്യും ഇതൊക്കെ കൂടെ വന്നപ്പോഴേ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി അത് അരിച്ചു വെച്ചതാണ് കേട്ടോ, അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എന്താ, ഇതൊന്ന് വറ്റി വരണം. അതുവരെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റവ കൊണ്ട് ഉണ്ടാക്കുന്ന പ്രസാദം ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് സെറ്റാവും. നമ്മൾ പൊതുവേ എന്തൊരു ഭക്ഷണം നമ്മൾ റവ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ആയി കിട്ടാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചതായതുകൊണ്ട് വളരെ എളുപ്പം റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയൊരു തീയിൽ വെച്ചിട്ട് നമ്മൾ ഈ റവ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു ടൈം മാത്രമാണ് എക്സ്ട്രാ പിടിക്കുന്നത്. അത്ര എളുപ്പം അത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ 2-3 തുളസി ഇലയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പ്രസാദം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഭഗവാനെ നിവേദിക്കാം. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്